അപ്പോൾ ഇത് ലിവർപൂൾ ലൈം സ്ട്രീറ്റ് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിനിയിപ്പോൾ എഡിൻബറ പോവാണ്. എഡിൻബറ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി കാത്തു നിൽക്കുകയാണ്. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് 2 വണ്ടി മാറി കയറണം. ഇടയിൽ ഒരു സ്റ്റേഷനുണ്ട്, അവിടെ പോയിട്ട് അവിടുന്ന് വേണം എഡിൻബറയ്ക്ക് മാറിക്കയറാൻ. ഇപ്പോൾ നമ്മൾ ലിവർപൂൾ ലൈം സ്റ്റേഷൻ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പ്രീസ്റ്റോൺ എന്നുള്ള സ്റ്റേഷനിലേക്കാണ് വണ്ടി കയറുന്നത്. നോർത്തേൺ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇതിപ്പോൾ 12:39 ഇവിടുന്ന് പുറപ്പെടും. എന്നിട്ട് 13:33 അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ 13:54 will be the 12:24 Transpennine Express service to Newcastle. Calling it 13:54 Manchester Victoria. നമുക്കുള്ള 13:54 അവന്തി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. അത് പ്രീസ്റ്റോണിൽ നിന്ന് എഡിൻബറ നമുക്കുള്ള വണ്ടിയാണ്. Transpennine Express service to Newcastle. ഇത് എവിടേക്ക് പോണത്? ഇത് വേറെ എവിടേക്കാണ് പോണത് അല്ലേ? അല്ല, ഇതിപ്പോൾ ഇത് മാറ്റിയായിരിക്കും ചിലപ്പോൾ. ഇതാണോ എന്നറിയില്ല. നോർത്തേൺ ഇത് തന്നെയാണ് വണ്ടി. ഇത് ബ്ലാക്ക് സ്ട്രീറ്റ് എന്നോ എന്താണ് അവിടേക്കാണ് പോകുന്ന വണ്ടിയാണ്. ബ്ലാക്ക് പൂള്. നമ്മൾ പ്രീസ്റ്റോണിൽ ഇറങ്ങും. അങ്ങനെയാണ്. ഞങ്ങൾ പ്രീസ്റ്റൺ എന്നുള്ള സ്റ്റേഷനിലെത്തി. അവിടുന്ന് നോർത്തേൺ ഇതിലാണ് വന്നത്, ലിവർപൂളിൽ നിന്ന്. അപ്പോൾ പ്രീസ്റ്റൺ എന്നുള്ള സ്റ്റേഷനിലെത്തി. പ്രീസ്റ്റണിൽ ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 3 അവന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രസ് ട്രെയിനിലാണ് എഡിൻബറ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 വെയിറ്റ് ചെയ്യാണ്. ഇത് അവന്തി എക്സ്പ്രസ് ഗോയിങ് ടു ഗ്ലാസ്ഗോ ആണ്. അതല്ല നമുക്ക് വേണ്ടത്. അവന്തി എക്സ്പ്രസ് ഗോയിങ് ടു എഡിൻബറ. അതാണ് സ്റ്റേഷൻ. സോ എഡിൻബറയ്ക്കാണ് പോകുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3. ഇതിവിടെ കണ്ടോ, സബ്വേ ആണ്. ഈ ട്രെയിനിൻ്റെ വാതിലടഞ്ഞു. അവന്തി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്. നമുക്കും അത് തന്നെയാണ് ട്രെയിൻ, അവന്തി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. പക്ഷേ അത് ഗോയിങ് ടു ഇത് വന്നിട്ട് 34 ഗ്ലാസ്ഗോയിലേക്ക് പോകുന്നത്. നമുക്ക് 54 54. ഇത് പ്രീസ്റ്റൺ എന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പ്രീസ്റ്റൺ. എന്താ ഭംഗി നോക്കൂ. വീടുകളും ഒക്കെ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന വഴിക്കുള്ള വീടുകളാണ്. എന്താ ഭംഗിയായിട്ടില്ലേ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ വെള്ള കുത്ത് കാണുന്നതൊക്കെ ആടുകളാണ്. നിറച്ച് ആട് മേയുന്നുണ്ട്, പശുക്കളും ഉണ്ട്. സ്പീഡ് പറഞ്ഞു. ഇത്ര നേരം 200 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നുണ്ടായിരുന്നു. 200 km/h. ഇവിടെ മുഴുവനേ ഡയറി ഫാംസ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലണ്ടിലേക്കും അതേമാതിരി ഇവിടേക്കുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള കംപ്ലീറ്റ് പാലും വരുന്നത് ഇവിടെ നിന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്ര പശുക്കളും ആടുകളും ഉണ്ട്. കണ്ടില്ലേ, ഇത് മുഴുവൻ പശു ആടുകളാണ്. ഇതുമാതിരി മുഴുവൻ ഡയറി ഫാംസാണ് ഇവിടെ മുഴുവൻ. അപ്പോൾ വല്ല ഡയറി ടെക്നോളജിയൊക്കെ പഠിച്ചവർക്ക് ഇവിടെയൊക്കെ നല്ല ചാൻസാണ്.